The Godfather എന്ന സിനിമയിൽ ഒരുപാട് കിടിലൻ quotes ഉണ്ട്. Like I'm gonna make him an offer again with you. or Keep your friends close, but your enemies closer. or But don't ever take sides with anyone against the family again. പക്ഷേ ഈ ഒരു പടത്തിന്റെ ഓവറോൾ ജിസ്റ്റും അതിന്റെ ഒരു തീമും എടുത്തു കാണിക്കുന്ന ഒരു കോട്ടാണ് ആൻഡ് ദാറ്റ്സ് ദിസ്. Spend time with your family? Good. Just a man who doesn't spend time with his family can never be a good man. 1969 മാരിയോ പോസോ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ ദ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നോവൽ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് റിലീസ് ഇറ്റ് ബിക്കേം എ കൾട്ട് ക്ലാസിക്. നമ്മൾ ഇന്ന് കാണുന്ന ഗാങ്സ്റ്റർ ജോൺറയുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രമല്ല, ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിന്റെ തന്നെ സീൻ മാറ്റിയിട്ടുള്ള ഒരു നോവലായിരുന്നു ഇത്. ആൻഡ് ഇൻ 1972 വി ഗോട്ട് എ മൂവി അഡാപ്റ്റേഷൻ ഓഫ് ദിസ് നോവൽ ഡയറക്റ്റഡ് ബൈ ഫ്രാൻസിസ് ഫോർഡ് കോപ്പള, ദ ഗോഡ് ഫാദർ. ഈ ഒരു ബുക്ക് ലിറ്ററേച്ചറിന് ചെയ്ത പോലെ തന്നെ ദ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഫ്രാൻസിസ് ഫോർഡ് കോപ്പലയുടെ ഒരു മാഗ്നം ഓപ്പസ് ആയിട്ട് തന്നെ മാറുകയായിരുന്നു. സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഫോമിന്റെ തന്നെ ഗതി തന്നെ മാറ്റിയിട്ടുള്ള ഒരു പടമായിരുന്നു ദ ഗോഡ് ഫാദർ. ഇന്നും ഏകദേശം 50 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും മൂവി ക്രിറ്റിക്സും ഓഡിയൻസും എല്ലാവരുടെയും മനസ്സിൽ തങ്ങിയിരിക്കുന്ന, എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമായിരിക്കും ഗോഡ് ഫാദർ. അതിന്റെ എപ്പിക് സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അതിന്റെ നിയോ നോയാർ ടൈപ്പ് എക്സിക്യൂഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതിന്റെ ഐ സൂത്തിങ് ആയിട്ടുള്ള വിഷ്വൽസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇറ്റ് ഓൾ മെയ്ഡ് ഇറ്റ് എ മൈൽ സ്റ്റോൺ ഇൻ മോഡേൺ ഫിലിം മേക്കിംഗ്. ആൻഡ് മെനി പീപ്പിൾ ഈവൻ consider The Godfather as the greatest film ever made. I too share the same opinion. And today in this video I am going to discuss why this small gangster film might be just the greatest film ever made. Godfather എന്ന് പറഞ്ഞിട്ടുള്ള മോഡേൺ എപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് വി മസ്റ്റ് സ്പീക്ക് അബൌട്ട് ഇറ്റ് സ്റ്റോറി ലൈൻ. ദ ഫിലിം ടെൽസ് ദ സാഗ ഓഫ് ദ കോർലിയോണി ക്രൈം ഫാമിലി. ന്യൂയോർക്കിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഇറ്റാലിയൻ അമേരിക്കൻ ക്രൈം ഫാമിലിയുടെ കഥയാണ് ഈ ഗോഡ് ഫാദറിൽ പറയുന്നത്. ഈ ഒരു ഫാമിലിയുടെ ഹെഡ് ആണ് ഡോൺ വീറ്റോ കോർലിയോൺ, എ മാൻ ഓഫ് ഓണർ, റെസ്പെക്ട് ആൻഡ് എ മാൻ ഹു ഡിസേർവ്സ് യുവർ ഫ്രണ്ട്ഷിപ്പ്. ഈ വീറ്റോ കോർലിയോൺ 4 മക്കളാണുള്ളത്, മൈക്കിൾ, ഫ്രീഡോ, സണ്ണി ആൻഡ് ടോം ഹേഗൻ. ഈ കോർലിയോണി ക്രൈം ഫാമിലി ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ട്രാജഡി നടക്കുമ്പോൾ ഈ ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള സൺ മൈക്കിൾ ഈസ് കോൾഡ് ടു ആക്ഷൻ. ഈ ഒരു സ്റ്റോറി പ്രോഗ്രസ് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു ട്രാജഡിയിൽ നിന്നാണ്. ദ സ്റ്റോറി ഫോളോസ് ദ ഡൗൺഫോൾ ഓഫ് ഡോൺ വീറ്റോ കോർലിയോൺ ആൻഡ് ദ റൈസ് ഓഫ് മൈക്കിൾ കോർലിയോൺ ടു പവർ. എങ്ങനെ മൈക്കിൾ കോർലിയോൺ എന്നുള്ള ഒരു ക്യാരക്ടർ ഒരുപാട് വഞ്ചനയുടെയും സാഹോദര്യത്തിലൂടെയും ശൗര്യചിന്തയും പവറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു കഥ പറയുന്നത്. ഓൺ ദ premise ഇറ്റ്സ് എ സിമ്പിൾ പ്ലോട്ട്. ഒരു പോസ്റ്റ് വാർ ന്യൂയോർക്ക് ആൻഡ് സിസിലിയുടെ ബാക്ക്ഡ്രോപ്പിൽ ഒരു സ്ട്രോങ് ലീനിയർ നാരേറ്റീവോടെ ദ ഗോഡ് ഫാദർ ഈസ് എഫക്റ്റീവ്ലി ഏബിൾ ടു captivate the audience's attention to its world. Apart from its strong linear narrative and the world building, exceptional character studies and arcs, really well built set pieces, a fresh way of capturing intense human emotions, and a ruthless portrayal of the American dream. These factors makes this story one of the best ever written on paper and brought to screen. And believe me when I say, this is the pinnacle of a great story told in the right way. Then ഗോഡ്ഫാദറിന്റെ സെക്കൻഡ് മോസ്റ്റ് അട്രാക്റ്റീവ് എലമെന്റ് ആണ് ഇതിന്റെ ഫിലിം മേക്കിംഗ്. ഈ ഒരു ഫിലിം ലൈഫിലേക്ക് വന്നത് ഫ്രാൻസിസ് ഫോർഡ് കോപ്പലയുടെ ഡയറക്ഷനിലൂടെയാണ്. ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട് ഐ ആം ഗോയിങ് ടു യൂസ് 2 examples to showcase the brilliance of film making in The Godfather. ഈ ഒരു സീൻ നിങ്ങൾ കണ്ടോ? I believe in America. America has made my fortune. ഇതാണ് ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമയുടെ ഓപ്പണിംഗ് സീൻ. ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് ഏകദേശം 4 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു സൂം ഔട്ട് ഷോട്ടാണ്. They made her drink whiskey, and then they tried to take advantage of her. ഈ ഓപ്പണിംഗ് സീൻ വീറ്റോ കോർലിയോന്റെ ഷേഡി ബിസിനസ്സും അതുപോലെ തന്നെ തന്റെ മോളായിട്ടുള്ള കോണി കോർലിയോന്റെ മാരേജും സൈമൾട്ടേനിയസ്ലി എടുത്തു കാണിക്കുന്നുണ്ട്. And through this opening scene, we as an audience member get introduced to these things. 1. Vito Corleone tante Corleone crime family യുടെ power. But now you come to me and you say, Don Corleone, give me justice. ഈ ഒരു പടത്തിന്റെ ഡാർക്ക് ആയിട്ടുള്ള മൂഡി ആയിട്ടുള്ള ഒരു നിയോ നോയ ടൈപ്പ് ആസ്തെറ്റിക്. ഈ ഒരു പടത്തിന്റെ ലോങ് ആയിട്ടുള്ള ഡ്രാമാറ്റിക് ആയിട്ടുള്ള അത്രയധികം കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു നേച്ചർ. ആൻഡ് ഫൈനലി ഈ കോർലിയോണി ക്രൈം ഫാമിലിക്ക് നടക്കാനുള്ള ട്രാജഡിക്ക് മുമ്പുള്ള ഇവരുടെ ലൈഫ്സിന്റെ ഒരു റെപ്രസെന്റേഷൻ. ഈ ഒരു ഓപ്പണിംഗ് സീനാണ് വിച്ച് സെറ്റ്സ് ദ ഹോൾ സ്റ്റോറി ഇൻ ടു മോഷൻ. ഒരു സീൻ കോർലിയോണി ക്രൈം ഫാമിലിയുടെ പവറും അവരുടെ ഒരു ക്രൈം ആസ്പെക്റ്റും എടുത്തു കാണിക്കുന്നതിന്റെ ഒപ്പം തന്നെ വീറ്റോ കോർലിയോൺ അല്ലെങ്കിൽ ദ ഗോഡ് ഫാദറിന്റെ ക്യാരക്ടർ, അയാൾ എന്താണ്, അയാൾ ആരാണ്, അയാൾ എന്താണ് മറ്റുള്ളവരുടെ ഡിസർവ് ചെയ്യുന്നത്, അയാളുടെ മോറൽസ് എന്താണ്, അയാളുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് എന്താണ്, അയാളുടെ മോഡസ് ഓപ്പറാൻഡ എന്താണ് എന്നും കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. ഈ ഒരു സീനാണ് എന്താണ് പ്രേക്ഷകർ ഈ ഒരു പടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ സ്റ്റോറിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത്. എ റെപ്രസെന്റേഷൻ ഓഫ് ദ കോർലിയോണി ക്രൈം ഫാമിലി സാഗ. ആ ഒരു ഫാമിലിയിൽ എങ്ങനെ ബിസിനസ്സും ഫാമിലിയും ഫ്രണ്ട്ഷിപ്പും പവർ പ്ലേയും എല്ലാം അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ടെന്ന്. ഈ ഗോഡ് ഫാദറിലെ ക്യാരക്ടേഴ്സിന്റെ ക്യാരക്ടർ ആർക്സ് എല്ലാം ക്യാപ്ചർ ചെയ്യാനായിട്ട് ക്യാമറ ആംഗിൾസിന്റെ യൂസേജും ചില സിറ്റുവേഷനെ എലിവേറ്റ് ചെയ്യാനും ഡീ എലിവേറ്റ് ചെയ്യാനും മ്യൂസിക്കിന്റെ യൂസേജും ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള പവർ ഡൈനാമിക്സ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ കാണിക്കാനായിട്ട് ചില സർട്ടൻ പ്രോപ്സിന്റെ യൂസേജും എല്ലാം തന്നെ സ്ക്രീനിലേക്ക് കാണാനായിട്ട് അത്രയധികം ബ്രില്യന്റ് ആണ്. I am going to use 2 more scenes which perfectly encapsulates the brilliance of filmmaking in The Godfather. First, get our informers to find out where it's going to be held.
ഈ ഒരു സീനിൽ നമുക്ക് മൈക്കിൾ കോർലിയോൺ ഒരു ബ്ലാക്ക് ചെയർമേ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. A restaurant, someplace where there's people, so I feel safe. അയാൾ ഇട്ടിരിക്കുന്ന ഒരു ബ്രൗൺ കോട്ട്, അതിന്റെ അടിയിൽ ഒരു വൈറ്റ് ഷർട്ട്, ഒരു പാറ്റേൺഡ് ആയിട്ടുള്ള ടൈ. So I can't have a weapon on me then. അയാൾ കംഫർട്ടബിൾ ആണ് എന്ന് നമ്മളെ കൺവിൻസ് ചെയ്യത്തക്ക രീതിയിലാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. Way to have a weapon planted there for me. മൈക്കിൾ കോർലിയോൺ എന്നുള്ള ക്യാരക്ടറിന്റെ ഡയലോഗിനും അയാളുടെ ഫേഷ്യൽ മൂവ്മെന്റിനും ഒരുപാട് എംഫസിസ് കൊടുക്കാനായിട്ട് ദ ക്യാമറ പൂൾസ് ഇൻ ടു ഹിം. ഈ ലോങ് ലൈൻ ഓഫ് ഡയലോഗിൽ ഇടയ്ക്ക് വരുന്ന പോസസും ഈ സന്ദർഭത്തിൽ മ്യൂസിക്കിന്റെ ആബ്സൻസും ഈ സീൻ ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതിയും ഈ ഷോട്ടിന്റെ ഓവറോൾ ആയിട്ടുള്ള മൂവ്മെന്റും ഓൾ ഇൻഡിക്കേറ്റ്സ് വൺ തിങ്: മൈക്കിൾ കോർലിയോൺ ഈസ് ആൻ ഔട്ട്സൈഡർ. It's not personal, Sonny. It's strictly business. ഈ ഒരു ട്രാജഡി സംഭവിക്കുന്നതിന് മുമ്പ് മൈക്കിൾ കോർലിയോന്റെ ക്യാരക്ടർ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു. അതായത് അയാൾ ഒരു ആർമി മാൻ ആയിരുന്നു. അയാൾക്ക് ഈ ഫാമിലി ബിസിനസ്സിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മൈക്കിൾ കോർലിയോൺ തന്റെ അച്ഛന്റെ മാൻഡിലേക്ക്, അതായത് ഗോഡ് ഫാദർ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് പതുക്കെ കയറി വരുവാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഈ ഒരു സീൻ. ആൻഡ് ഈ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു സിറ്റുവേഷനിലുള്ള ആ ഒരു സ്റ്റേറ്റ് എല്ലാം തന്നെ ഈ ഒരു സീനിൽ ബ്രില്യൻലി എടുത്ത് കാണിക്കുന്നുണ്ട്. How's the Italian food in this restaurant? Good. ഈ ഒരു സീനിൽ ഒരു മീറ്റിംഗ് ആണ് എടുത്ത് കാണിക്കുന്നത്. I'll have it. Capito. മൈക്കിൾ കോർലിയോണും തന്റെ എനിമി ആയിട്ടുള്ള സൊളോട്സും അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നിരിക്കുന്ന മക്ലസ്കി എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറാണ് ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. ഇവര് 3 പേരും ഒരു ഡിന്നർ ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ്. മൈക്കിളിനെ അവിടെ അയച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയും കൊല്ലാനായിട്ടാണ്. പക്ഷെ അയാൾ അത്രയധികം ഹെസിറ്റന്റ് ആണ്. Hai un grosso rispetto per tuo padre. ഈ ഒരു സംഭവം പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ഫ്രാൻസിസ് ഫോർഡ് കോപ്പള നേരത്തെ ഞാൻ കാണിച്ച സീൻ പോലെ തന്നെ മൈക്കിൾ കോർലിയോന്റെ ഫേസിലേക്ക് ഒരു പുഷിംഗ് ഷോട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. Come tuo padre. ഈ മൈക്കിൾ കോർലിയോന്റെ ഫേസിലേക്ക് ഈ ക്ലോസപ്പ് പോകും തോറും സൊളോട്സോ എന്നുള്ള തന്റെ ഇനിമിയുടെ ഡയലോഗ് ബാക്ക്ഗ്രൗണ്ടിൽ ഫെയിൻലി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. Mettiamo tutto a posto. മൈക്കിൾ കോർലിയോന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഇമോഷൻസിനെയും തോട്ട്സിനെയും എല്ലാത്തിനെയും എംഫസൈസ് ചെയ്യാനായിട്ട് ഒരു മൂവിംഗ് ലോക്കോമോട്ടീവിന്റെ സൗണ്ട് ഇവിടെ കോപ്പള പ്ലേസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വെൻ ദാറ്റ് സൗണ്ട് റീച്ചസ് എ പീക്ക്, മൈക്കിൾ കോർലിയോൺ തന്റെ പോക്കറ്റിലത്തെ ഗൺ എടുത്തിട്ട് ഇവർ രണ്ടുപേരെയും കൊന്നിട്ട് ഒരു അൺസ്റ്റഡി പേസിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ഈ ഒരു സീൻ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന അത്രയും സ്ലോ ആയിട്ടുള്ള, അത്രയധികം ടെൻസ് ആയിട്ടുള്ള, അത്രയധികം ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള നേച്ചർ പെർഫെക്റ്റ്ലി ഷോസ് ഹൗ അൺപ്രഡിക്റ്റബിൾ എ ലൈഫ് ഓഫ് ക്രൈം ക്യാൻ ബി സംടൈംസ്. മോഡേൺ ഗാങ്സ്റ്റർ ഫിലിംസിലൊക്കെ മാസ് ആക്ഷൻ സീനോ അതുപോലെ തന്നെ ഒരു കോൺഫ്രണ്ടേഷനോ പഞ്ച് ഡയലോഗോ ഒന്നും തന്നെ ഇല്ല. അത്രയും വലിയൊരു മോബ് ഫാമിലിയുടെ പാർട്ടായിട്ടുള്ള ഒരാള് എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യും, എങ്ങനെയാണ് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്, ഇതുവരെ ഒരാളെ കൊല്ലാത്ത ഒരു ഹ്യൂമൻ ബീങ് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുക എന്ന് എടുത്തു കാണിക്കുന്നുണ്ട് ഫ്രാൻസിസ് ഫോർഡ് കോപ്പളയുടെ ഫിലിം മേക്കിങ്ങിലൂടെ. ഇതേപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് that showcases how brilliant the filmmaking in The Godfather is. പക്ഷേ ഈ ഒരു പടത്തിന്റെ ഓപ്പണിംഗ് സീനും മൈക്കിൾ കോർലിയോന്റെ ട്രാൻസ്ഫോർമേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 2 സീനുമാണ് ഫ്രാൻസിസ് ഫോർഡ് കോപ്പളയുടെ അപ്രോച്ച് ടു ഫിലിം മേക്കിംഗ് അത്രയധികം എഫക്റ്റീവ് ആണ് എന്ന് എടുത്ത് കാണിക്കുന്നത്. ഈ ഒരു നോവൽ എന്താണോ ഗാങ്സ്റ്റർ ജോണറിലേക്ക് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, എന്താണോ ഒരു ട്രേഡ് മാർക്ക് വെച്ചിരിക്കുന്നത്, ആ ഒരു ട്രേഡ് മാർക്കിനെ ഫർദർ ബിൽഡ് ഓൺ ചെയ്ത് അതിനെ ഫർദർ ആയിട്ട് എൻറിച്ച് ചെയ്യുകയാണ് കോപ്പളയുടെ ഫിലിം മേക്കിംഗ് ഇവിടെ ചെയ്യുന്നത്. And finally, the most important thing that makes The Godfather the greatest movie to ever exist and an S-tier gangster movie, its characters. Godfather character studiesum, character arcsum, adine embody cheyna performancesum, it is just impeccable. And aside from the filmmaking and the storyline, this thing is really what separates The Godfather from the modern gangster films. ഇവിടെ കാണിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ലാർജർ ദാൻ ലൈഫ് ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം ഓഡിയൻസിന് അത്രയധികം അപ്പീലിംഗ് ആയിട്ടും അത്രയധികം അവർക്ക് വേണ്ടി ഫീൽ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വീറ്റോ കോർലിയോൺ, സണ്ണി, ഫ്രേഡോ, ടോം ഹേഗൻ, റോക്കോ അൽനേരി, കെ ആഡംസ്, കോണി, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ദ ഗോഡ് ഫാദറിൽ. ആൻഡ് ദേ ആർ ഓൾ ബ്രില്യന്റ്ലി പെർഫോം. പക്ഷേ ഗോഡ് ഫാദറിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ക്യാരക്ടർ ഓഫ് കോഴ്സ് മൈക്കിൾ കോർലിയോൺ ആണ്. തന്റെ അച്ഛനായിട്ടുള്ള വീറ്റോ കോർലിയോൺ മേൽ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് സംഭവിക്കുമ്പോൾ മൈക്കിൾ കോർലിയോൺ അണ്ടർഗോസ് എ ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു ക്യാരക്ടർ ആർക്ക്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഇസ് വെൽ ഡിഫൈൻഡ് ഇൻ 5 key moments. അൽ പച്ചിനോ എന്നുള്ള ഇറ്റാലിയൻ ആക്ടർ പെർഫോം ചെയ്തിരിക്കുന്ന മൈക്കിൾ കോർലിയോന്റെ ക്യാരക്ടർ, ഹീസ് ആൻ ഔട്ട്സൈഡർ ടു ദ ഫാമിലി ബിസിനസ്. അയാൾ ഒരു വാർ വെറ്ററൻ ആണ്, ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള, ഡിലിജന്റ് ആയിട്ടുള്ള, അത്രയധികം ഹംബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. തന്റെ സിസ്റ്റർ കോണിയുടെ കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് തന്റെ നോൺ ഇറ്റാലിയൻ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള കെ ആഡംസിന്റെ ഒപ്പം അയാൾ ന്യൂയോർക്കിലേക്ക് വന്നിരിക്കുകയാണ്. തന്റെ ഗേൾ ഫ്രണ്ട് അത്രയധികം അയാൾ സ്നേഹിക്കുന്നു, അത്രയധികം അയാൾ പാഷനേറ്റ് ആണ്. അതുപോലെ തന്നെ അവളുടെ ഒപ്പം ഒരു നോർമൽ ലൈഫ് ജീവിക്കാനായിട്ടാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അയാൾ തന്റെ ഫാമിലിയുടെ ക്രൈം ആസ്പെക്ട്സ് കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അയാൾ റിയഷ്യൂർ ചെയ്യുന്നു, സെയിങ് ദാറ്റ് ആസ്പെക്ട് ഈസ് ജസ്റ്റ് ദ പാർട്ട് ഓഫ് ദയർ ബിസിനസ് ആൻഡ് ആ ഒരു ബിസിനസ്സിൽ ഇയാൾക്ക് ഒരു പങ്കും വേണ്ടായിരുന്നു.
ഈ ഒരു സിറ്റുവേഷനിൽ മൈക്കിളിന്റെ ലോയൽറ്റി ഓൺലി ബിഫോർസ് ടു കെ. That's my family, Kay. It's not me. ഈ ഒരു സീനിൽ മൈക്കിൾ കോർലിയോണ് തന്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ആബ്സൻസും എങ്ങനെ ആ ഒരു ആബ്സൻസ് തന്റെ അച്ഛന്റെ അസാസിനേഷൻ വരെ എത്തിയെന്നും എന്നുള്ള ആ ഒരു ഫാക്ടിന് മൈക്കിൾ വളരെയധികം ഗിൽറ്റിയാണ്. ഈ ഒരു സീനിന് ശേഷം തന്റെ കെയുമായിട്ടുള്ള തന്റെ റിലേഷൻഷിപ്പ് അയാൾ കംപ്ലീറ്റ്ലി അബാൻഡൻ ചെയ്യുന്നു. ആൻഡ് ഹി ഫുള്ളി ഫോക്കസസ് ഓൺ ബീയിങ് ദെയർ ഫോർ ഹിസ് ഫാമിലി ആൻഡ് ബീയിങ് ദെയർ ഫോർ ഹിസ് ഫാദർ. ഇവിടെയാണ് മൈക്കിൾ കോർലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആവുന്നതും അയാളുടെ ഒരു പ്രൈമറി സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതും. ഈ ഒരു സീനിൽ തന്റെ അച്ഛൻ വീറ്റോ കോർലിയോനെ പോലെ തന്നെ മൈക്കിള് ഒരു ലോജിക്കലായിട്ട് വളരെയധികം റാഷണൽ ആയിട്ടും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലും എങ്ങനെ തന്റെ എനിമീനെ കൊല്ലാം, എങ്ങനെ തന്റെ എനിമീനെ അഡ്വാൻസ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ് നടത്തുന്നതായിട്ട് കാണാൻ പറ്റും. But if Clemenza can figure a way to have a weapon planted there for me, then I'll kill them both. ഇവിടെയാണ് മൈക്കിൾ കോർലിയോൺ എന്ന ക്യാരക്ടറിന്റെ ഒരു സെക്കൻഡറി ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ എടുത്തു കാണിക്കുന്ന അത്രയധികം സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്രയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് ദാറ്റ് മൈക്കിൾ കോർലിയോൺ ഈസ് റെഡി ടു ടേക്ക് അപ്പ് ദ മാന്റിൽ ഓഫ് ദ ഗോഡ് ഫാദർ. ഈ ഒരു സീനിൽ മൈക്കിൾ കോർലിയോൺ ഒരു മാമോദിസയ്ക്ക് വളരെയധികം ഇമോഷൻലെസ് ആയിട്ട് പ്രസന്റ് ആയിരിക്കുന്ന സമയത്ത് തന്റെ ഓർഡേഴ്സിൽ തന്റെ ആളുകളായിട്ടുള്ള റോക്കും അൽനേരി അങ്ങനത്തെ ബോഡി ഗാർഡ്സ് എല്ലാം തന്റെ ഫാമിലിക്ക് കോമ്പറ്റീഷൻ ആയിട്ടുള്ള 5 ക്രൈം ഫാമിലീസിന്റെ ഹെഡ്സിനെ കൊല്ലുന്നു. ഈ ഒരു സീനിലാണ് മൈക്കിൾ കോർലിയോൺ എന്നുള്ള ഒരു ക്യാരക്ടറിന്റെ ഏറ്റവും റൂട്ട്ലെസ് ആയിട്ടുള്ള ഏറ്റവും വയലന്റ് ആയിട്ടുള്ള സോഷ്യോപാത്തിക് ആയിട്ടുള്ള കോൾഡ് ആൻഡ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നേച്ചർ നമുക്ക് കാണുന്നത്. And this is the penultimate scene of the entire film. Michael, is it true? Don't ask me about my business, Kate. Is it true? Don't ask me about my business. No! And ഈ ഒരു ക്യാരക്ടർ ആർക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്രയധികം പോയറ്റിക് ആയിട്ടുള്ള രീതിയിൽ എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഫിലിമിന്റെ ഫൈനൽ സീനാണ്. ഈ ഒരു സീനിൽ മൈക്കിൾ കോർലിയോൺ എന്നുള്ള ക്യാരക്ടർ ഹി ഈസ് ഓൾറെഡി ദ ഗോഡ് ഫാദർ. ഹി ടുക്ക് അപ്പ് ഹിസ് ഫാദേഴ്സ് പൊസിഷൻ. ഹി ഗോട്ട് ഹിസ് റിവെഞ്ച് ആൻഡ് ഹി ഈസ് അറ്റ് പീസ് ഫോർ സം ടൈം നൗ. ഈ റൂമിൽ മൈക്കിളും തന്റെ ആളുകളായിട്ടുള്ള ക്ലെമൻസയും റോക്കും അൽനേരിയും കൂടി നിൽക്കുന്നു. ഈ റൂമിന്റെ പുറത്ത് കെ ആഡംസ് ഈ ഒരു സിറ്റുവേഷനെ വീക്ഷിക്കുന്നു. ഫൈനലി മൈക്കിൾ കോർലിയോൺ ഒഫീഷ്യലി ഗോഡ് ഫാദറായി മാറുന്നു. ഓർക്കുക, ഈ ഒരു ഫിലിമിന്റെ ബിഗിനിൽ തനിക്ക് എല്ലാം ആയിട്ടുള്ള ഒരാളായിരുന്നു കെ ആഡംസ്. തന്റെ ഫാമിലി ബിസിനസിനെയും തന്റെ ഫാമിലിയുടെ എല്ലാ ഡീലിംഗ്സിനെയും അത്രയധികം എതിർത്തിരുന്നു. തനിക്ക് ഒരു പാർട്ടും അതിൽ വേണ്ട എന്ന് ഉറപ്പ് പറഞ്ഞിരുന്ന ഒരാളായിരുന്നു മൈക്കിൾ കോർലിയോൺ. തന്റെ ലോയൽറ്റിയും തന്റെ സ്നേഹവും തന്റെ പാഷനും എല്ലാം തന്നെ കെ ആഡംസിനോടായിരുന്നു. ആ ഒരു സമയത്ത് അൽനേരി എന്ന് പറഞ്ഞിട്ടുള്ള തന്റെ ബോഡി ഗാർഡ് ആ ഒരു സമയത്ത് മൈക്കിൾ കോർലിയോണിന്റെ ബോഡി ഗാർഡ് ആയിട്ടുള്ള അൽനേരി കെ ആഡംസിന്റെ മുഖത്ത് വാതിലടയ്ക്കുന്നു. Such a simple, tragic, poetic and a poignant ending to a beautiful film and to one of the greatest characters of fiction. ഒരു സാധാരണമായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു റൂട്ട്ലെസ് ആയിട്ടുള്ള ഒരു മാഫിയ ബോസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. This is in my opinion what makes The Godfather a remarkable piece of character study and a remarkable work of film making. And ഈ ഒരു ക്യാരക്ടറിനെ ജീവനിലേക്ക് കൊണ്ടുവന്നത് ആൽ പച്ചിനോ എന്നുള്ള ഒരു ആക്ടറിന്റെ കഴിവാണ്. അയാളുടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷനും അദ്ദേഹത്തിന്റെ ഓരോ ആക്ഷൻസും എല്ലാം തന്നെ ആൽ പച്ചിനോ അത്രയധികം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. You know the thing about Al Pacino is that he acts with his eyes. ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും തന്റെ കണ്ണിലൂടെ പ്രകടിപ്പിക്കാനാണ് ആൽ പച്ചിനോയുടെ ഏറ്റവും വലിയ കഴിവ്. ഇതിനോടൊപ്പം തന്നെ ഒരുപാട് റിമാർക്കബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്. ഈ മൈക്കിൾ കോർലിയോൺ എടുത്തു മാറ്റി കഴിഞ്ഞാൽ വീറ്റോ കോർലിയോൺ ആയിട്ടുള്ള മാർലൻ ബ്രാൻഡോയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു വേ ഓഫ് ടോക്കിംഗും അദ്ദേഹത്തിന്റെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ജസ്റ്റേഴ്സും അദ്ദേഹത്തിന്റെ മാനറിസംസും അദ്ദേഹത്തിന്റെ അപ്പിയറൻസും എല്ലാം തന്നെ ഈ നോവലിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വീറ്റോ കോർലിയോൺ എന്നുള്ള ആ ഒരു ക്യാരക്ടർ ആ ഒരു അണ്ടർഡോഗിനെ അത്രയധികം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇൻ മൈ ഒപ്പീനിയൻ വാട്ട് മേക്സ് ദ ഗോഡ് ഫാദർ the best movie ever made. Power, greed, family, friendship, brotherhood, betrayal, the American dream എല്ലാം തന്നെ അത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഗോഡ് ഫാദറിന്റെ സ്റ്റോറി ലൈനോട് എടുത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഹിയർ എൻഡ്സ് മൈ അനാലിസിസ് ഓഫ് ദ ഗോഡ് ഫാദർ. ഇതിന്റെ സ്റ്റോറി ആയിക്കോട്ടെ, ഇതിന്റെ ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, ഇതിന്റെ വേ ഓഫ് എക്സിക്യൂഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇറ്റ് ഈസ് ഈസിലി ഇമിറ്റേറ്റഡ് ബട്ട് നെവർ ഡ്യൂപ്ലിക്കേറ്റഡ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ.